ഇപ്പോൾ ഹോർമൂസിൻ്റെ ചുറ്റുവട്ടത്ത് അമേരിക്കൻ സേന നിലകൊണ്ട് അവിടേക്ക് വരുന്ന ഇറാനുമായി ബന്ധപ്പെട്ട കപ്പലുകളെ വഴിതിരിച്ചു വിടുകയാണ്. 2 കപ്പലുകളെ ഇന്നുതാ ഈ ജൂലൈ 15-ന് വഴിതിരിച്ചു വിട്ടു എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. അതേസമയം മറ്റേതെങ്കിലും രാജ്യങ്ങളുടെ കപ്പലുകൾ അതുവഴി പോകാൻ നോക്കിയാൽ ഇവിടെ അടച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇറാൻ വഴിതിരിച്ചു വിടുന്നതായിട്ടും ഹോർമൂസ് കടലെടുക്കുന്ന നിയന്ത്രണം ഏറ്റെടുത്തുകൊണ്ട് ഒരു കപ്പലും ഇതുവഴി പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതായും റിപ്പോർട്ടുകൾ പറയുന്നു. അങ്ങനെ ഹോർമൂസ് വീണ്ടും ഈ ഗുസ്തിക്കാരുടെ ഗോദ എന്ന് പറയുന്നത് പോലെ, ഒരു കുരുതിക്കളം എന്നതുപോലെ പോരാട്ട വേദിയായി മാറിക്കൊണ്ടിരിക്കുകയും ഇതിൻ്റെ ഫലമായിട്ട് സംഭവിക്കുന്നത് എന്താണ്? ലോകം മുഴുവനും ഇതാ ഇപ്പോൾ വിലക്കയറ്റം, അത്യാവശ്യ സാധനങ്ങളുടെ ക്ഷാമം, പ്രത്യേകിച്ച് ഇന്ധനക്ഷാമം. ഇന്ധനത്തിൻ്റെ വില ഇന്നലെ തന്നെ പെട്ടെന്നാണ് 5% വർദ്ധിച്ചത്. ആ വർധനവ് എന്നും തുടർന്നിരിക്കുകയാണ്. നാളെയും കൂടും എന്നുള്ള ഭീതിയിൽ ലോകം കഴിയുന്നു. കരിഞ്ചന്തക്കാർ രംഗത്ത് വരുമെന്ന പേടി എല്ലാവർക്കുമുണ്ട്. പൂഴ്ത്തിവെപ്പുകാർ വീണ്ടും തലപൊക്കുന്നുണ്ട് പലയിടങ്ങളിലും എന്ന് കേൾക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള അസ്വസ്ഥത നിറഞ്ഞ സമീപനങ്ങൾ മാത്രമാണ് ഈ ഹോർമൂസിനെ ചുറ്റിപ്പറ്റി അമേരിക്കയും ഇറാനും കൂടി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഭവിഷ്യത്തായി വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ UAE-യുമായി ബന്ധപ്പെടുത്തിയത് പറഞ്ഞിട്ട് യുദ്ധത്തിൻ്റെ മറ്റു ചില കാര്യങ്ങളിലേക്ക് നമുക്ക് വീണ്ടും പോകാം. കൊടും ചൂടിൽ ആളുകൾ കാത്തിരുന്നത് പോലെ പെരുമഴ എന്നൊന്നും പറയാൻ പറ്റിയില്ലെങ്കിലും സാമാന്യം ഭേദപ്പെട്ട ചാറ്റൽ മഴ ഇന്ന് അലൈൻ ദുബായ് റോഡിൽ അൽ ഹയർ എന്ന ബോർഡ് കാണുമല്ലോ, ആ ഭാഗത്ത് നന്നായിട്ട് പെയ്തു എന്ന അറിയിപ്പാണ് ഉച്ചയ്ക്ക് ശേഷം വന്നിരിക്കുന്നത്. ആ പ്രദേശത്തുകാർക്ക് കുറച്ച് ഇളം തണുപ്പിൻ്റെ സാഹചര്യമൊക്കെ കിട്ടി വൈകുന്നേരത്തോടു കൂടി എന്ന് പറയുന്നുണ്ടെങ്കിലും ബാക്കി ഭാഗങ്ങൾ ദുബായ്, അബുദാബി, ഷാർജ, മറ്റ് എമിറേറ്റുകളിലൊക്കെയും ശക്തമായ ചൂട് തുടരുക തന്നെയാണ്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് ചൂടിൻ്റെ കാഠിന്യം കുറയ്ക്കുന്ന വിധത്തിൽ അങ്ങിങ്ങ് മഴ പെയ്യാനുള്ള സാധ്യതകൾ കാണുന്നു എന്ന് തന്നെയാണ്. UAE-യിലെ പാസ്പോർട്ട് കോൺസുലാർ സർവീസുകൾ അനിശ്ചിതാവസ്ഥ നീട്ടിക്കൊണ്ട് ഡൽഹി ഹൈക്കോടതി ഇപ്പോഴിതാ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇന്ന് എല്ലാവരും ആ വിധി പകർപ്പ് കിട്ടിയതാണ്. ഇതിനകം തന്നെ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞതാണ്. അൽ ഹിന്ദിന് കൊടുത്തിരിക്കുന്ന ആ സർവീസ് റദ്ദാക്കിയിരിക്കുന്നു. ഈ ബിഡിൽ പങ്കെടുത്ത 2 കമ്പനികൾ കൊടുത്ത ഹർജി പരിഗണിച്ചുകൊണ്ട് വീണ്ടും 30 ദിവസത്തിനകം റീടെൻഡറിങ് ചെയ്യാനുള്ള നിർദ്ദേശം കേന്ദ്ര ഗവൺമെൻറ്റിന് ഡൽഹി ഹൈക്കോടതി നൽകിയിരിക്കുകയാണ്. ഈ ബിഡിങ് ചെയ്യുമ്പോൾ ടെക്നിക്കൽ പരീക്ഷ എന്നൊരു സംഗതിയുണ്ട്. ആ ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ പാസ്സാവണമെങ്കിൽ 70% മാർക്ക് വേണം. അങ്ങനെ മാർക്ക് കിട്ടാത്ത 2 കമ്പനികൾ നൽകിയ ഹർജികളാണ് കോടതി ഫയലിൽ സ്വീകരിച്ചതും മറുപടി പറഞ്ഞതും. അങ്ങനെ 70% കിട്ടാതിരിക്കാൻ വേണ്ടി എന്ത് കാര്യങ്ങളാണ് സംഭവിച്ചത് എന്ന് തങ്ങൾക്ക് വ്യക്തമാക്കിയിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് 2 കമ്പനികൾ പരാതി നൽകിയിരിക്കുന്നത്. ഇറാനിലേക്ക് വരുമ്പോൾ 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഘോരമായ യുദ്ധമാണ് ഹോർമൂസ് കടലിടുക്കിനെ ചുറ്റിപ്പറ്റി അമേരിക്കയുടെ സെൻട്രൽ കമാൻഡ് ഇന്ന് ചെയ്തത് എന്ന വിധത്തിലുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരികയാണ്. ഹെങ്കാം ഐലൻഡ് എന്ന് കേട്ടിട്ടുണ്ടോ? ഈ ഹോർമൂസ് കടലിടുക്കിൻ്റെ അടുത്തായിട്ട് കിഷം ഐലൻഡ് എല്ലാവർക്കും അറിയാം, വലിയ ഐലൻഡാണ്. ആ കിഷമിനോട് ചേർന്ന് കിടക്കുന്ന മറ്റൊരു ഐലൻഡാണ് ഹെങ്കാം ഐലൻഡ്. അവിടെ സ്ഫോടന ശബ്ദം കേട്ടെന്നും അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള പ്രൊജക്ടൈലുകൾ, ഡ്രോണുകൾ ഒക്കെ വന്നു വീണെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇറാൻ്റെ വാർത്താ ഏജൻസികളും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ സെൻട്രൽ കമാൻഡ് ഇറാനുമേൽ ഇങ്ങനെ ആക്രമണം നടത്തുമ്പോൾ ഇറാൻ കുവൈറ്റിലേക്ക് ശക്തമായ വിധത്തിൽ ആക്രമണം നടത്തുന്നു എന്ന റിപ്പോർട്ട് ഇന്നും വന്നതാണ്. കുവൈറ്റിനെയും ബഹ്റിനെയും ജോർദാനെയും ഒക്കെ ഇറാൻ ഇങ്ങനെ ആക്രമിക്കുന്നതിനെ UAE അടക്കമുള്ള രാജ്യങ്ങൾ ശക്തമായി അപലപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറാനിലെ ഇപ്പോഴത്തെ ചില സാഹചര്യങ്ങൾക്ക് വളം വെച്ചു കൊടുക്കുന്ന റഷ്യ എന്നുള്ള ചില കമ്പനികളും വ്യക്തികളുമാണെന്ന് മനസ്സിലാക്കി ഇപ്പോൾ അമേരിക്ക ആ കമ്പനികൾക്ക്, റഷ്യയിലെ ചില വ്യക്തികൾക്കും കമ്പനികൾക്കും ഒരു പ്രത്യേക തരം ഉപരോധം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഉത്തരവും ഇന്ന് വന്നിരിക്കുകയാണ്. 11 ഇന്ത്യക്കാരുണ്ടായിരുന്ന ഒരു കപ്പൽ ആക്രമിക്കപ്പെട്ടത് നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ട വാർത്തയാണല്ലോ. അതിൽ 10 പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞെന്നും ഒരാളെ കാണാനില്ല എന്നും പറഞ്ഞിരുന്നു. ഇന്നിപ്പോൾ ആ കാണാതാകപ്പെട്ട ആളുടെ ബന്ധുക്കൾ നാട്ടിൽ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം മരിച്ചു എന്നുള്ള വിവരം കിട്ടിയെന്നാണ്. GFS ഗാലക്സി എന്ന കപ്പലിലുണ്ടായിരുന്ന 11 ഇന്ത്യക്കാർക്ക് നേരെയാണ് ആക്രമണം കടലിൽ വെച്ചുണ്ടായത്. അമേരിക്കയും ഇറാനും ഇങ്ങനെ നേർക്കുനേർ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും ശരിയാവില്ല എന്നൊക്കെ ആളുകൾ വിധിയെഴുതിയ ഇസ്രയേൽ ലെബനോൻ വിഷയം, അതിപ്പോൾ 2 കൂട്ടരും വാഷിങ്ടണിൽ പോയിട്ട് കുറച്ച് ദിവസമായിട്ട് ചർച്ച തുടരുകയാണ്. ഇന്ന് അവസാനിച്ച ചർച്ചയും വളരെ പോസിറ്റീവായിരുന്നു. ഇങ്ങനെ പോയാൽ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുന്ന, അന്തിമമായി തീർക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുമെന്ന ശുഭപ്രതീക്ഷ നൽകിയിട്ടാണ് ഇന്നത്തെ റൗണ്ട് ചർച്ചയും അവസാനിച്ചിരിക്കുന്നത്.
Night updates supported by ELL Properties, Kalyan Jewelers, Lulu Supermarket, Hypermarket and Department Store, Fira Foods, Al Nasood Cargo, Gold Star Rent-A-Car, Dr. Rasina's Ayurvedic Clinic, Iron Gold and Diamonds, Choco World, Partha Signature Abu Shagara Sharjah, ABC Cargo and Courier, Fisherman's Hub, Hashim Hypermarket.